സംഘടിപ്പിക്കുന്ന ചാന്ദ്രദിന ക്വിസിന്റെ മെഗാ ഫിനാലെയാണ് നമ്മളിവിടെ നടക്കാൻ പോകുന്നത്. 4 റൗണ്ടുകളായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു മത്സരം നടക്കുന്നത്. 4 റൗണ്ടുകൾ. ആദ്യത്തേത് ഓറൽ റൗണ്ടാണ്, രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു റൗണ്ടാണ്, മൂന്നാമത്തത് വിഷ്വൽ റൗണ്ടാണ്, നാലാമത്തത് നിങ്ങളുടെ കുറച്ച് ഹിന്റ്സ് തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ലക്കിനനുസരിച്ച് തിരഞ്ഞെടുക്കുകയും ആ ഹിന്റ്സിനനുസരിച്ച് ആദ്യത്തെ ഹിന്റിൽ തന്നെ ഉത്തരം പറയുകയാണെങ്കിൽ 3 പോയിന്റ് ലഭിക്കും. രണ്ടാമത്തെ ഹിന്റിലാണ് ഉത്തരം പറയുന്നതെങ്കിൽ 2 പോയിന്റ് ലഭിക്കും. മൂന്നാമത്തെ ഹിന്റിലാണ് ഉത്തരം നൽകുന്നതെങ്കിൽ 1 പോയിന്റ് ലഭിക്കും. അങ്ങനെയുള്ള 4 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം ഇവിടെ നടക്കുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? നമ്മൾ മത്സരത്തിലേക്ക് കടക്കാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആര്? ഇതാണ് ക്വസ്റ്റ്യൻ. ഡോക്ടർ എസ് സോമനാഥ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബ ഏത്? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബ ഏത്? Your time starts now. പ്രകാശ സംശ്ലേഷണം നടത്താൻ സസ്യങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഘടകം ഏത്? പ്രകാശ സംശ്ലേഷണം നടത്താൻ സസ്യങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഘടകം ഏത്? ഏരിയ മാത്രം നിങ്ങൾക്കറിയാം. പ്രകാശാംശത്തിന് 4 കമ്പോണൻസ് ആവശ്യമുണ്ട്. നമ്മുടെ ചോദ്യം പ്രകാശാംശം നടത്താൻ സസ്യങ്ങളിൽ ആവശ്യമായ ഘടകം. ആൻസർ ഈസ് സസ്യങ്ങളിൽ ആവശ്യമായ ഘടകം. 4 ആൾ ആവശ്യമുണ്ട്. ബാക്കി സസ്യങ്ങളെല്ലാം പുറത്താണ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതായി ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏത്? ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏത്? इंग्लिश Jupiter इधर होते हैं। इनके हैं और Jupiter का चलते हैं
ഓപ്ഷൻ എ ബി സി ഡി മാത്രം എഴുതിയാൽ പോരാ, ഉത്തരം ഫുള്ളായിട്ട് എഴുതണം. ക്ലിയർ ആയോ? ഉത്തരം ഫുള്ളായിട്ട് എഴുതണം. എ ബി സി ഡി എഴുതിയാൽ പോരാ, ഉത്തരം ഫുള്ളായിട്ട് എഴുതാം. ഓക്കെ, റെഡി റെഡി സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റാണ് ആര്യഭട്ട മംഗൾയാൻ വോസ്റ്റോക്ക് റോക്കറ്റ്. സാറ്റേൺ 5 ആര്യഭട്ട മംഗൾയാൻ വോസ്റ്റോക്ക് റോക്കറ്റ്. ഒരു ആൻസർ ഉള്ളൂ, അത് മാത്രം എഴുതി. എന്തൊക്കെ എഴുതാൻ വിദ്യാലയം അറിയെങ്കിലും ടൈം ശ്രദ്ധിച്ചാൽ ടൈം താഴെ ചെറുതായിട്ടോടെ ശ്രദ്ധിക്കണേ. ഈ റൗണ്ടിലെ ടൈം ഒക്കെ ഇതിന്റെ ചെറുതായിട്ടുണ്ടാകും. ആൻസർ ഈസ് സാറ്റേൺ 5. സാറ്റേൺ 5 രണ്ടുപേരാണ്. ദിൻഹ റാസി. ദിൻഹ റാസി. Next question. Second question ആണ്. തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചിരിക്കുന്നത്. വിത്തിൽ കണ്ണി, മൂടില്ലാത്താടി, മരവായ, റഫ്ലക്ഷൻ. വിത്തിൽ കണ്ണി, മൂടില്ലാത്താടി, മരവായ, റഫ്ലക്ഷൻ. കണ്ടോ? ആൻസർ ഈസ് മരവാഴ. മറ്റുള്ളവർക്ക് മറ്റേ നിന്ന് വെള്ളവും വലൊക്കെ വലിച്ചെടുത്ത് ജീവിക്കുന്നവരാ. മരവാഴ ജസ്റ്റ് അതിനെ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ആ മാവിയും താഴെ യൂസ് ചെയ്യൂ. ഒരാൾ മാത്രം. അടുത്തത് കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമം. കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമം. അത് ഇന്ത്യയിൽ നമുക്ക് പറയാ, പാട്ട് പറയാ, പേര് ശാസ്ത്രീയ നാമം. കാർബൺ ഡൈ ഓക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. Answer is sodium chloride. ചോദ്യമാണ് ഇത്. മറ്റുള്ളവർക്ക് ഓർമ്മയിൽ വെക്കണം. നിങ്ങൾക്ക് പുതിയൊരു അറിവാണ്, അപ്പൊ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇനിയും ചോദ്യങ്ങൾ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ പല ക്വിസിലും വരാം. ഈച്ചയ്ക്ക് എത്ര കാലുകളുണ്ട്? എത്ര കാലുകളുണ്ട്? ഈച്ചയ്ക്ക് എത്ര കാലുകളുണ്ട്? 5, 6, 4, 5, 6, 4. ഈച്ചയ്ക്ക് എത്ര കാലുകളുണ്ട്? ചിത്രത്തിൽ തന്നിരിക്കുന്ന ശാസ്ത്രജ്ഞരാണ് APJ അബ്ദുൽ കലാം, ലൂയിസ് പാസ്റ്റർ, ചാൾസ് ബാബേജ്, സ്റ്റീഫൻ ഹോക്കിംഗ്.
ചെയ്യാൻ പൂമ്പാറ്റ അല്ല, ഏത് പൂമ്പാറ്റയാണെന്നുള്ളത് ഒരു പേരുണ്ട്. ആ ചിത്രശലഭത്തിന് ഒരു പേരുണ്ട്. പൂമ്പാറ്റ കാര്യമില്ല. പഠിച്ചതാണ് പഠിച്ചതാണ്. ചോദ്യം, ഇയാളെ കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല. കേരളത്തിൽ ഒരു വനത്തിൽ മാത്രമേ സാധനം കാണുള്ളൂ. അതെവിടെ? ഇയാളെ കാണപ്പെടുന്ന കേരളത്തിലെ സിംഹവാലത്തിൽ സാധനം സിംഹവാലങ്ങളിലാണ്. കേരളത്തിൽ ഒരു വനത്തിലൊക്കെ കാണപ്പെടുന്നു. സൈലന്റ് വൈൽഡ്. ഇട്ടോ പോയിന്റ് ഇട്ടോ. ആർക്കൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. അതാണ് ചോദ്യം. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ഹൈഡ്രജൻ. ഹൈഡ്രജൻ. ഓ അന്വേഷണ. ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇത് ഇയാൾ തിരിച്ചറിയണം. ഇയാൾ തിരിച്ചറിയണം ആരാണ്. അപ്പൊ ഇത്രയാണ് വിഷയം. ഓക്കെ, ഇനി അടുത്തത് അവസാനത്തെ റൗണ്ട്. നിങ്ങളിവിടെ നിങ്ങൾ 10 ആൾക്കാരാണ് ഉണ്ടാവേണ്ടത്. 10 ആൾക്കാർ ചോദ്യം തയ്യാറാണ്. ഒരാൾ ലീവായിട്ട് കുഴപ്പമില്ല. ഇവിടെ നിങ്ങളുടെ ചെറിയൊരു ഭാഗ്യം ഉണ്ടാവും. ഇത് ചെയ്യേണ്ടത് ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള പേപ്പർ മറിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ
ഇല്ല ഇല്ല അതൊരു മൈക്രോ കണ്ടുപിടിച്ച പതിനൊന്നാമത്തെ രാഷ്ട്രപതി അറിയോ അവിച്ചുവേണ്ടി Missile Man of India. Missile Man of India. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം വൈവിധ്യമാർന്ന രീതിയിലാണ് ഈ ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല അനുഭവമാണ്.